ஃபால்லாம் ஒரு சைடு இருக்கட்டும், ஆனா எனக்கு ஹேர் க்ரோத்தே இருக்க மாட்டேங்குது, நான் எப்பயோ முடி வெட்டினது 1 இன்ச் கூட வளர மாட்டேங்குது டாக்டர் அப்படின்னு சொல்றவங்களுக்கு ஒரு சின்ன டிப் சொல்றேன். உங்களை தலைகீழெல்லாம் நிக்க சொல்ல மாட்டேன். ரொம்ப ஈஸியா எனக்கு ரொம்பவே யூஸ்ஃபுல்லா எனக்கு நல்லா ஒர்க் அவுட் ஆன, என்னோட பேஷண்ட்ஸ்க்கு ஒர்க் அவுட் ஆன இந்த டிப் என்னன்னா, ஜஸ்ட் உங்களோட ஹேர் வந்துட்டு நல்லா கோம் பண்ணி விடணும். காலையில ஒரு 2 மினிட்ஸ் அண்ட் நைட் ஒரு 2 மினிட்ஸ். நைட் கோம் பண்றது இன்னுமே நல்லா யூஸ்ஃபுல்லா இருக்கும். ஏன்னா நம்ம கோம் பண்ணிட்டு அப்படியே போய் படுக்க தானே போறோம். அப்போ பிளட் சர்க்குலேஷன் நல்லா ஸ்டிமுலேட் பண்ணிட்டு போய் படுக்கும்போது எல்லாமே நம்மளோட தலைப்பகுதிக்கு பிளட் சர்க்குலேஷன் போகும்போது நல்ல ஒரு growth இருக்கும். கோம் பண்றதுக்கு ட்ரிக் நான் முன்னாடியே சொல்லி கொடுத்துருக்கேன். கீழே இருந்து தான் என்னைக்குமே சீவணும். அப்புறம் கொஞ்சம் மேல கொஞ்சம் மேல கொஞ்சம் மேல, அதுக்கப்புறம் தான் ஸ்கேல்ப்ல வந்துட்டு நல்லா கோம் பண்ணணும். நீங்க தலை சீவும் போது அது உங்களை ஹர்ட் பண்ணாம இருக்கணும். ஸோ நைட் ஒரு 2 மினிட்ஸ், மார்னிங் எஞ்சோனே ஒரு 2 மினிட்ஸ் நல்லா கோம் பண்ணுங்க. கீழே இருந்து கோம் பண்ணுங்க. சூப்பரா ரிசல்ட் இருக்கும். 1 மந்த்ல ரிசல்ட் பார்க்கலாம். അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന്, നമ്മുടെ തലയിൽ നിന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഈ ഒരു രീതിയിൽ കോംബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. രാവിലെയും രാത്രിയും നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾക്ക് ടൈമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും രാത്രി ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ ചെവിയുടെ സൈഡൊക്കെ നല്ല രീതിക്ക് തന്നെ ചീവി കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ മുടി ചീവുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു ചീപ്പ് തട്ടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാവും. മുടി ഫുള്ളായിട്ട് തന്നെ 2 ഭാഗത്തിട്ട് ഇങ്ങനെ ചീവി എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര ഒരു റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഇൻവേഷൻ മെത്തേഡിൽ മസാജൊക്കെ ചെയ്യുമല്ലോ, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, ഇത്തിരി റിസ്ക്കിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഹെയർ കെയർ ടിപ്സ് തീർച്ചയായിട്ടും നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ വിത്തിൻ 1 മന്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. ഇനി രണ്ടാമത്തെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്സ്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള എൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മുടെ മുടിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ നേരമൊക്കെയാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയാറുള്ളത്. 1 മണിക്കൂർ നേരം മുടിയിൽ എണ്ണ വെച്ചിരുന്നാലും മതി, അത് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്താലും മതി എന്നുള്ളതാണ്. പക്ഷേ പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്നും ഇന്നും ചെയ്തു വരുന്ന ഒരു ഹെയർ കെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി നല്ല രീതിക്ക് തന്നെ എൻ്റെ മുടിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും. സ്കാൽപ്പ് വേർതിരിച്ചും എൻ്റെ മുടിയിലും മുടിയുടെ എൻഡിലും ബാക്ക് സൈഡിലും ഒക്കെ തന്നെ ഡീപ്പായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് രാത്രി നല്ല രീതിക്ക് കോംബ് ചെയ്തെടുത്ത് മുടി പിന്നി മെടഞ്ഞ് കിടക്കും. പിറ്റേ ദിവസം രാവിലെ എണീച്ച് വീണ്ടും ജസ്റ്റ് ഒന്ന് മുടിയിലൊന്ന് ആ ഒരു ഡ്രൈനെസ് തോന്നും പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും. അപ്പോൾ വീണ്ടും ഒന്ന് ചെറുതായിട്ട് മുടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്യാറ്. ഓവർനൈറ്റ് ഈ ഒരു എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കുന്ന സമയത്ത് അത് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്തൊരളവിലേക്ക് ഹെയർ ഗ്രോത്ത് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു രീതിയിൽ ഹെയർ ഓയിൽ വെച്ച് കഴിഞ്ഞാൽ ദി ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ 1.5 ദിവസങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. 1.5 ദിവസം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്താൽ ഇന്ന് മുടിയിൽ ഒന്നും ചെയ്യില്ല, പിറ്റേ ദിവസം രാത്രി വീണ്ടും ഇതേ ഒരു രീതിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കൂ. നല്ല വ്യത്യാസം കണ്ടറിയാൻ വേണ്ടി പറ്റും. ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കണമെന്നില്ല, പക്ഷേ വീക്കിലി വൺസ് എങ്കിലും നല്ലൊരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആഴ്ചയിൽ 1 തവണ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും മുടി വളരാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഹെയർ പാക്കാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ മുട്ടയിൽ ഹൈ ലെവൽ പ്രോട്ടീൻസ് ആൻഡ് വിറ്റമിൻസ് ഉണ്ട്. ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 1 തവണ എഗ്ഗ് വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നത് വളരെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ എഗ്ഗിൻ്റെ കൂടെ ഞാൻ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, 2 മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ തൈര് എന്ന അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. തൈര് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തൈര് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരനുണ്ടല്ലോ, താരനെ പൂർണ്ണമായിട്ടും തന്നെ ഇല്ലാതാക്കാനുള്ള കഴിവ് നമ്മുടെ തൈരിനുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് താരൻ.
താരൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്തേ ഉണ്ടാവില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഹെയർ പാക്കിൻ്റെ കൂടെ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും, നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ മുട്ടയും തൈരും വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നേരം കഴിഞ്ഞ് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാം. പ്ലെയിൻ വാട്ടറിലും ഹെയർ വാഷ് ചെയ്യാം, ഷാമ്പൂ ഇട്ടും ഹെയർ വാഷ് ചെയ്യാം. ഈ ഒരു പാക്ക് ഇടുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ ഓയിലി ഹെയറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ഇട്ട് തന്നെ ഈ ഒരു ഹെയർ പാക്ക് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം മുടിയിൽ കിട്ടും. നമ്മുടെ ഡോക്ടർ ഷർമിക ശരണിൻ്റെ പേഷ്യൻ്റൊക്കെ ഡോക്ടർ വരുന്ന സമയത്ത് ഹെയർ ലോസ് ആണ്, മുടി വളരുന്നില്ല എന്ന് പറഞ്ഞു വരുന്നവർക്ക് ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ആണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കാറ്. ഇങ്ങനെ ചെയ്തവർക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു ഹെയർ കെയർ ടിപ്സ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.